ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമാണ് നമുക്ക് ആധാരമായിട്ട് നാം ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിന് പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അനേകരെ നുഖത്തിൻ കീഴിലാണ്, അനേകരെ ബന്ധനത്തിലാണ്, പൈശാചികൻ്റെ ബന്ധനത്തിലാണ്. പൈശാചികൻ അനേകരെ വലയം ചെയ്തിരിക്കുകയാണ്. പൈശാചികൻ അനേകരെ ചുറ്റി പിണഞ്ഞു കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, നിങ്ങൾ വായിച്ചു കാണും. ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടി തിരിച്ചു വരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, കൊച്ചുകുട്ടിയല്ല, കുറച്ച് പ്രായമായി. വീട്ടിൽ തിരിച്ചു വരുന്നില്ല. നോക്കി അന്വേഷിച്ചു, പറമ്പിലെങ്ങും ഇല്ല. വല്ല കണ്ടിട്ടോ മറ്റോ അറിയാതെ വീണ് പോയതാണോ കണ്ടിൽ നോക്കി, എങ്ങും കാണുന്നില്ല. അപ്പോൾ കൊണ്ട് രണ്ട് ചെരുപ്പ് അവിടെ കിടക്കുന്നു. നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു പെരുമ്പാമ്പ്. ആ പെരുമ്പാമ്പ് ഈ കുട്ടിയെ വിഴുങ്ങി. ആ പെരുമ്പാമ്പ് വിഴുങ്ങി. ആ കുട്ടി, പെരുമ്പാമ്പിൻ്റെ വയറ് പിളർന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയെ കിട്ടി, പക്ഷേ മരിച്ചു പോയിരുന്നു. പത്രത്തിൽ കണ്ടു കാണും. ഇത് ഈ അടുത്ത ദിവസം നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, പെരുമ്പാമ്പുകൾ അനേകരെ വിഴുങ്ങിയിരിക്കുന്നു. വിഷപ്പാമ്പുകൾ അനേകരെ ചുറ്റിയിരിക്കുന്നു. അനേക ഭവനങ്ങളിൽ വിഷപ്പാമ്പുകളുണ്ട്. പുറമേയുള്ള വിഷപ്പാമ്പല്ല, കഴിഞ്ഞു നടക്കുന്ന വിഷപ്പാമ്പല്ല, ഭീകരനായ പിശാച്. അനേക വീടുകളിലും പിശാച് വിളയാടുകയാണ്. പിശാച് നഗ്ന നൃത്തം ചെയ്യുകയാണ്. എന്തൊരു കോപത്തിൻ്റെ അട്ടഹാസങ്ങൾ! ചില വീടുകളിൽ ഭയങ്കരമായ രോഷത്തിൻ്റെ ഗർജനങ്ങൾ, ഹൃദയത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളതായ ചീത്ത വാക്കുകൾ, അസഭ്യമായ സംഭാഷണങ്ങൾ. മക്കൾ പരസ്പരം പോരടിക്കുന്നു, അപ്പനോടും അമ്മയോടും വാശി പിടിക്കുന്നു, വഴക്കടിക്കുന്നു. എന്തിനെല്ലാം വേണ്ടിയുള്ളതായ ഭയങ്കരമായ വഴക്കും പിണക്കവും ഇഷ്ടക്കുറവും കലഹവും എല്ലാമായി നമ്മുടെ വീടുകൾ, അന്തരീക്ഷം മലിനമായിരിക്കുന്നു. പാമ്പ് ചുറ്റിപ്പിടഞ്ഞിരിക്കുകയാണ്. പാമ്പ് ഏത് നിറത്തിൽ കടന്നു വന്ന് ആദ്യ മനുഷ്യനെ വഞ്ചിച്ച പാമ്പുണ്ടല്ലോ, ആ ദുഷ്ടപിശാച് ഇന്ന് അനേകരെ വളഞ്ഞു നിർത്തിയിരിക്കുകയാണ് വിഴുങ്ങാൻ. ഈ പാമ്പിന് പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് മലമ്പാമ്പിന്. ചുറ്റിയിട്ട് ഞെരിക്കും. പിന്നെ ആ മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മനുഷ്യനായിട്ട് മൃഗമാകട്ടെ, മൃഗത്തിനാണെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല, മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ചുറ്റി പിണഞ്ഞിട്ട് ഞെരിക്കും. ഇന്ന് അനേകരെ പിശാച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച് വളഞ്ഞിട്ടിരിക്കുകയാണ്. പലരും അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? കോപം, ഭയങ്കരമായ കോപം. ഇന്ന് കോപത്തിൻ്റെ ആ ഭയങ്കരമായ ബാധയിൽ നിന്ന് രക്ഷപ്പെടണം നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? കോപം പെട്ടെന്ന് ചുണ്ടി വരിക, പെട്ടെന്ന് ഇഷ്ടക്കേട് വരിക, പെട്ടെന്ന് മുഷിച്ചിൽ വരിക. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ എന്തിനാ കോപിച്ചത് മനസ്സിലാവില്ല. എന്തിനാണ് ഞാൻ കോപിച്ചത്? ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, കോപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ കോപിച്ചു പോകുന്നു. ഒരു ഭീകരനായ പൈശാചികൻ കോപത്തിൻ്റെ ആ ഭയങ്കരമായ വിഷം നമ്മിൽ കുത്തിവയ്ക്കുകയാണ്. ഇത് പലരും അറിയുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും കോപിക്കുന്നു. കുട്ടികൾ കോപിക്കുന്നു, നിസ്സാര കാര്യം മതി. ഒരു വീട്ടിൽ ഭാര്യ ആഹാരം വിളമ്പി വെച്ചു. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നു, കുളിച്ചു, വിശ്രമിച്ചു, നമസ്കാരം എല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നതാണ്. ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്? മുഴുവൻ ഭയങ്കരമായി ഉപ്പ്, ഇതൊന്നും അല്പം ഉപ്പ് കുറച്ചുകൂടെ. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെയൊക്കെ പറയാം, ഈ ഉണ്ടാക്കുന്നതിനറിയാം അതിൻ്റെ പ്രയാസം. ഞാൻ എത്ര കഷ്ടപ്പെട്ട എല്ലാം ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? അതിന് അല്പം ദേഷ്യം വന്നു. പിന്നെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായി ദേഷ്യമാണ്. വന്ന് ഒറ്റപ്പെട്ടി വഴക്കൊക്കെയായി
ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഊണ് കഴിച്ചില്ല. വെളുപ്പി വെച്ച ചോറ് മേശപ്പുറത്തിരുന്നു. അവർ പോയി കിടന്നു, 2 മുറിയിൽ പോയി കിടന്നു. നടന്ന സംഭവമാണ്. അദ്ദേഹം പിന്നെ ഭാര്യയോട് മിണ്ടുന്നില്ല, ഭാര്യ അദ്ദേഹത്തോട് മിണ്ടില്ല, സംസാരിക്കില്ല. എന്തു പറ്റി? രണ്ടുപേർക്കും സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വലിയ വഴക്കൊന്നുമില്ല കാര്യമല്ലോ. ഒത്തിരി കോപിച്ചു പോയി മിണ്ടണം. പക്ഷെ ആദ്യം ആരാ മിണ്ടേണ്ടത്? ഭാര്യ വിചാരം അദ്ദേഹം മിണ്ടട്ടെ, ഞാൻ മിണ്ടിക്കോളാം. ഭർത്താവിന് വിചാരം അവൾ കാണാൻ എന്താണ്, അവൾ മിണ്ടട്ടെ. നിസ്സാര കാര്യം. അവൾ രാവിലെ അദ്ദേഹം ഓഫീസിൽ പോകാൻ നേരത്ത് എഴുതി വെച്ചു, ഒരു കടലാസ് കഷ്ടപ്പെടുത്ത് മേശപ്പുറത്ത് എഴുതി വെച്ചു, ഇന്ന് 1 കിലോ പഞ്ചസാര, ഒരു 250 ഗ്രാം ചായപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പച്ചക്കറി കുറച്ച് എല്ലാം എഴുതി വെച്ചു. ഇത്രയും വാങ്ങിച്ചുകൊണ്ട് വരണം. അദ്ദേഹം ഉടനെ എഴുതി വെച്ചു, വാങ്ങാനുള്ള ബാഗ് തരാമെങ്കിൽ ഞാൻ എല്ലാം കൊണ്ടുവരാം. മിണ്ടില്ല. അങ്ങോട്ടും കൂടെ എഴുത്താണ്. ഒരു വീട്ടിൽ തന്നെയാണ്. ഇതിങ്ങനെ 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് മിണ്ടുന്നില്ല. എഴുത്തിൽ കൂടിയാണ് പിന്നെ അവരുടെ ആശയവിനിമയം. ഒരു ദിവസം എഴുതി വെച്ചു, എനിക്ക് 4 മണിക്ക് പിന്നെ 4 മണിക്ക് എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, 4 മണിക്കുള്ള ട്രെയിനിൽ പോകണം, എന്നെ ഒരു 3:30 ആകുമ്പോഴത്തേക്കും വിളിച്ചെഴുന്നേൽപ്പിക്കണം. അദ്ദേഹം എഴുതി വെച്ചു. ഭാര്യ 3:30 എഴുന്നേറ്റു, കൃത്യമായിട്ട് തന്നെ എഴുന്നേറ്റു, എഴുതി വെച്ചു, ഇപ്പോൾ സമയം 3:30, ഇപ്പോൾ ഉടനെ എഴുന്നേൽക്കുക, ട്രെയിൻ കിട്ടും. അദ്ദേഹം എഴുന്നേറ്റപ്പോഴേക്കും 6 മണിയായി. പാവം. ഈ എഴുതി വയ്ക്കുന്നതിൻ്റെ പ്രയാസം മനസ്സിലായി. ഇതൊരു ഭാവനയല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂ, അനേകരും ഇതുപോലെ വാശി പിടിച്ചും പരിഭവിച്ചും പരസ്പരം പഴിചാരിയും കുടുംബജീവിതം കലക്കുകയാണ്. എല്ലാം ഒരു വലിയ ബന്ധനമാണ് ഇതിൻ്റെ പിന്നിൽ, ഒരു വലിയ ശാപകരമായ ബാധയാണ് അതിൻ്റെ പിന്നിൽ. പലതൊന്നും മനസ്സിലാക്കുന്നില്ല. ഓരോ ബന്ധനങ്ങൾ, ഓരോ ബാധകൾ ചിലരെ പിടികൂടുന്നു. അനേകർ ഈ ബാധകൾക്ക് അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ചെറുപ്പക്കാർ, നല്ല കഴിവുള്ള കുട്ടികൾ, നല്ല സാമർഥ്യമുള്ള പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, നല്ല ബുദ്ധിയുള്ളവർ പിശാചിൻ്റെ വലയിൽപ്പെട്ടിട്ട് ഞെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീത്ത ശീലങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. മോനെ അത് വേണ്ട പറഞ്ഞാൽ ദേഷ്യം വരും. അശുദ്ധമായ ചിത്രങ്ങൾ, ഇന്ന് ഇൻ്റർനെറ്റിൽ ചിത്രങ്ങൾ കിട്ടും. ഇന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, പറഞ്ഞു, സാറേ ഞാൻ ഒന്നും ആഗ്രഹിച്ചതല്ല, അപ്പൻ്റെ കോപം സഹിക്കുക ചെയ്യാതെ വന്നപ്പോൾ എനിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് അപ്പം കോപിക്കുന്നത്. എന്നും വീട്ടിൽ കോപമാണ്. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ കുറച്ച് നേരം സൗകര്യം കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മുറിയിൽ കിടന്ന് ഞാൻ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തു. ഇൻ്റർനെറ്റിൽ ചില കാണരുതാത്ത ചില കാഴ്ചകൾ ഞാൻ കണ്ടു. ഞാനിപ്പോൾ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്കൊരു സമാധാനം കിട്ടുന്നത് അപ്പോഴാണ്. ഞങ്ങളുടെ കർക്കശമായിട്ട് പറഞ്ഞു, ഈ ലാപ്ടോപ്പ് മെസ്സേജിലാണ് ഞാൻ പറഞ്ഞു, ഈ അപ്പൻ്റെ കോപം കൊണ്ട് നീ ഭാവിയാകണമെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പൻ കോപിച്ചു എന്നുള്ളതുകൊണ്ട് നീ ഭാവിയത് കണ്ടതരാണ്. എനിക്ക് ആ പയ്യനാരോ എനിക്ക് അറിഞ്ഞുകൂടാ, പേരും നമ്പർ അഡ്രസ്സെന്ന് അറിഞ്ഞുകൂടാ. അപ്പൻ കോപിച്ചു എന്നുള്ളതുകൊണ്ട് നീ ഇൻ്റർനെറ്റിൽ കിടന്ന് ചീത്ത പടം കണ്ടത് അത് നഷ്ടം നിനക്കാണ്. നിൻ്റെ ഹൃദയം മലിനമാകും, നീ കാണുന്ന നിൻ്റെ കണ്ണ് മലിനമാകും, നിൻ്റെ ബുദ്ധി മലിനമാകും, നിൻ്റെ ബുദ്ധി ക്ഷയിക്കും, നിൻ്റെ കഴിവ് പോകും. നീ ഒടുവിൽ ഒന്നിനും കൊള്ളത്തന്നെ തീരും. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളത്തന്നെ തീരും. അതുകൊണ്ട് ന്യായം, അപ്പൻ കോപിച്ചുകൊണ്ടൊന്നും ന്യായം പറയണ്ട. നിനക്ക് പാവം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് നീ ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൻ കോപിക്കുന്നെങ്കിൽ അപ്പന് ഒരു മനസ്സ് മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നീ പാവം കൂടെ നിൽക്കുക, നീ ഒരാൾ വീട്ടിൽ ഒരു പ്രകാശമായി നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഓരോരുത്തരോടുമാണ് ഇത് പറയുന്നത്. ഞാൻ പകലൊരു പയ്യനോട് പറഞ്ഞതാണ്, പക്ഷേ നിങ്ങൾ ഓരോരുത്തരോട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ഈ പൈശാചികൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ സ്വതന്ത്രരായി നിൽക്കുക. സ്വാതന്ത്ര്യം,
ആർക്കും അടിമപ്പെട്ടു പോകരുത്, ഒന്നിനും അടിമപ്പെട്ടു പോകരുത്. ചിലർ മദ്യത്തിൻ്റെ അടിമകളുണ്ട്, മദ്യത്തിൻ്റെ അടിമകൾ. വർഷം മുമ്പാണ് നീലമ്പേരൂർ ഗ്രാനായപ്പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു മോനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുക. മിക്കവാറും ആളുകൾ പിരിഞ്ഞു കഴിഞ്ഞിരുന്നു. സ്ത്രീൻ്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, സാറേ ഒരു സങ്കടം പറയാനാണ് സാറ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണത്? സാറേ, എൻ്റെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അപ്പർ കുട്ടനാട്ടിൽ കുറേയേറെ നിലമുണ്ടായിരുന്നു. എല്ലാം വിറ്റ് അദ്ദേഹം കുടിച്ചു. എന്നും മദ്യപാനമാണ്. രാവിലെ ഒരു കുഴപ്പമില്ല, നല്ല സ്വഭാവം. പക്ഷേ വൈകുന്നേരം വഴി കുടിച്ച് കഴിയുമ്പോഴേക്കും ആൾ മാറും. മദ്യപാനം. സാറേ, ഞാൻ എന്നും രാവിലെ അദ്ദേഹം പറയും, ഞാൻ നിന്നെ ഉപദ്രവിച്ചു അല്ലേ, ഞാൻ മനസ്സറിഞ്ഞൊന്നുമല്ല കേട്ടോ, കുടിച്ചതുകൊണ്ടാണ്, ഞാൻ ഇനി കുടിക്കില്ല. പക്ഷെ വൈകുന്നേരം കുടിച്ചിട്ട് വരും. അന്നും വഴക്ക്. സാറേ, കുടുംബത്തിൽ സ്വൈര്യമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തെങ്ങും പറമ്പും കുറച്ച് റബ്ബറും ഉണ്ട്, അതേ ഉള്ളൂ. പാടത്ത് പുഞ്ചയിലുണ്ടായിരുന്ന സ്ഥലം എല്ലാം തന്നെ വിറ്റ് കഴിഞ്ഞു, എല്ലാം വിറ്റു. സാറൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടുകയില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. അല്ല സാറേ, ഞാൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, നമസ്കാരം ചൊല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതല്ല ആ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ അതല്ല. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ സ്വഭാവം മാറണം. ഭർത്താവ് കോപിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചൊന്നും പറയരുത്. ഭർത്താവ് കോപിച്ച് അലറുമ്പോൾ നിങ്ങൾ വിനയത്തോടെ, സൗമ്യതയോടെ, താഴ്മയോടെ നിന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിക്കുന്ന പുറമേ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യണ്ട. നിങ്ങളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാതെ വരുമ്പോൾ ക്രമേണ അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം അടങ്ങിക്കൊള്ളും. നിങ്ങൾ സ്വഭാവം മാറണം. കോപം മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതായ തിന്മകളെല്ലാം മാറണം. ആരോടൊക്കെയോ നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ട്, മുഷിച്ചിലുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അത് ശരിയാണ്. മുഷിച്ചിലുണ്ട്, അയൽക്കാരോട് ചില ശണ്ടയുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചില നീരസങ്ങളുണ്ട്, കടുംപിടുത്തങ്ങളുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടുകയെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മാസമായില്ല, അതിന് മുൻപ് ഞാൻ ചിങ്ങവനത്ത് സുവിശേഷത്തിന് ചെന്നു. ഞാൻ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സ്ത്രീ മോനും നിൽക്കുന്നുണ്ട്. സ്ത്രീയുടെ അടുക്കലേക്ക് വന്നു. സാറേ, ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം കരുണ ചെയ്തു. എന്നിട്ട് അവർ പുറയിലേക്ക് നോക്കി കൈ കാട്ടി വിളിച്ചു, ഭർത്താവുണ്ട്. അദ്ദേഹം വന്നു. സ്ത്രീ പറഞ്ഞു, സാറേ, അതിനുശേഷം ഇദ്ദേഹം കുടിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമാണ്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ മാറിയപ്പോൾ വീട്ടിലെ അന്തരീക്ഷം മാറിയെന്ന്. ഞാനാണ് മാറേണ്ടിയിരുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി. സാറേ, ഇപ്പോൾ സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനേകരിതുപോലെ പിശാചിൻ്റെ പിടിയിലാണ്. പിശാചിൻ്റെ പിടിയിൽ. ഞാൻ വായിച്ചു, ഏതോ ഒരിക്കൽ പത്രത്തിൽ തന്നെ വായിച്ചതാണ്. ഒരിക്കൽ പത്രത്തിൽ വായിച്ചു, ഒരു സ്ത്രീ കുളിക്കാൻ തിരുവനന്തപുരത്തിനടുത്തൊരു സ്ഥലം മറന്നുപോയി. അവിടെ ഒരു പൊയ്ക എന്ന് പറഞ്ഞാൽ ഒരു കുളം പോലത്തെ സ്ഥലം, കായലിൽ കുളിക്കാൻ ചെന്നു. വസ്ത്രം അള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കാലിൽ എന്തോ കടിക്കുന്നവർ തോന്നി. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് മുതല കടിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മുതല വലിച്ചുകൊണ്ട് പോവുകയാണ്. പാവം ആ സ്ത്രീ ഉച്ചത്തിൽ കരഞ്ഞു, പിടഞ്ഞു. ഫലമുണ്ടായില്ല. മുതല ആ സ്ത്രീയെ വയറ്റിലാക്കി. ഞാനിത് ഇത്രയൊക്കെ സംഭവങ്ങൾ പറഞ്ഞതിനാണെന്നറിയാമോ? നിങ്ങളുടെ പലരുടെയും വീടുകളിൽ മുതലകളുണ്ട്. നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ചീങ്കണ്ണികളുണ്ട്. നിങ്ങളുടെ പലരുടെയും വീടുകളിൽ പാമ്പുണ്ട്, പെരുമ്പാമ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കരനായ സാത്താൻ പല രൂപത്തിൽ, പല വേഷത്തിൽ നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തെ ശാപഗ്രസ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്, നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുകയാണ്, മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം വേണം. എന്തിൽ നിന്നെല്ലാമാണ് സ്വാതന്ത്ര്യം വേണ്ടത്? നമുക്ക് നോക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കാം.
നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത് എന്തിൽ നിന്നെല്ലാമാണ് സ്വാതന്ത്ര്യം വേണ്ടത്? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം, സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. എന്താ മരിച്ചവെന്ന് പറയാൻ കാരണം? മനുഷ്യനിൽ പാപം വരുമ്പോൾ അവൻ്റെ ആത്മാവ് മരിച്ചു. പാപം എപ്പോൾ വരുന്നു? ആത്മാവ് മരിച്ചു. ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ആദാം പാപം ചെയ്തപ്പോൾ ആദാം മരിച്ചു. വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ ആദാം മരിച്ചു. പക്ഷേ പിന്നെയും ആദാം 930 വർഷം ജീവിച്ചിരുന്നു. അതെങ്ങനെയാണ്? ആത്മാവ് മരിച്ചു, പക്ഷെ ശരീരം മരിച്ചില്ല. ശരീരമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ ആത്മാവ് മരിച്ചതിന് ശേഷവും ജീവിക്കുന്നു, പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, രൂപ ഉണ്ടാക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യും, വീട് പണിയുന്നു, എല്ലാം ചെയ്യും. ആത്മാവ് മരിച്ചിരിക്കുന്നു. ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ആത്മാവ് മരിച്ചവരാണ്. മരിച്ചവർ പാപം മൂലം മരിച്ചുപോയി. പാപം മൂലം മരണത്തിൻ്റെ വയറ്റിനകത്തായിപ്പോയി, മരണത്തിൻ്റെ ഗുഹയ്ക്കകത്തായിപ്പോയി. അതാണ് മരണഗഹ്വരം എന്നൊക്കെ പറയുന്നത്. മരണത്തിൻ്റെ ഗുഹയ്ക്കകത്തായിപ്പോയി. അനേകം മനുഷ്യർ ഇന്ന് പാവത്തിലാണ്. എന്നാൽ ഈ പാവം എന്ന് പറയുന്നത് മദ്യപാനം മാത്രമൊന്നുമല്ല, കൊലപാതകം മാത്രമല്ല, അഴുക്കായ ജീവിതം മാത്രമല്ല, മോഷണം മാത്രമല്ല. ഇന്ന് പാവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതല്ലാത്തതെല്ലാം പാവമാണ്. യേശുക്രിസ്തു പ്രസാദിക്കാത്തതെല്ലാം പാവമാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മെ ഗ്രസിച്ചിരിക്കുന്നു, വിഴുങ്ങിയിരിക്കുന്നു. പാപം മൂലം ആത്മാവ് മരിച്ചുപോയി. ആത്മാവ് മരിച്ച അവസ്ഥ. പാപസംബന്ധമായി നാം പാപത്തിന് മരിച്ചതായി തീരണം, പാപത്തിൽ മരിച്ചതായി തീരരുത്. ഒന്നുകൂടി കേൾക്കൂ. പാപത്തിൽ മരിക്കുക എന്നൊന്നുണ്ട്, പാപത്തിന് മരിക്കുക എന്നൊന്നുണ്ട്. പാപത്തിൽ മരിക്കുന്നതിനെക്കുറിച്ചാണ് എഫേസ് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. പാപത്തിൽ മരിക്കുക, പാപത്തിൽ മരിക്കുക. എഫേസ് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. മാനസാന്തരം നടക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അഥവാ വീണ്ടും ജന്മം എന്ന് പറയുന്നതാണ്. പാപത്തിൽ മരിച്ചുപോയ മനുഷ്യൻ ജീവൻ കിട്ടുന്നു, ആത്മാവിൽ ജീവൻ കിട്ടുന്നു. പാപത്തിൽ മരിച്ചു കിടക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലാം, നമസ്കാരം ചൊല്ലാം, കുർബാന ചൊല്ലാം, കുർബാന കാണാം, കുർബാന കൊള്ളാം, നോമ്പുകൾ നോക്കാം, നമസ്കാരങ്ങൾ ചൊല്ലാം, റാസയിൽ പങ്കെടുക്കാം, പെരുന്നാളിൽ സംബന്ധിക്കാം, വഴിപാടുകൾ കഴിക്കാം. പാപത്തിൽ മരിച്ചു കിടക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മാവ് മരിച്ചിരിക്കും. ആത്മാവ് മരിച്ചാണ് ഇരിക്കുന്നെങ്കിലോ കടന്നു ചെല്ലുമ്പോൾ നിത്യനരകമായിരിക്കും. ഒരു ദിവസം കടന്നു പോകുമല്ലോ. ആത്മാവ് മരിച്ചിരിക്കുന്നുവെങ്കിൽ കടന്നു ചെല്ലുമ്പോൾ നിത്യാഗ്നിയിലേക്ക് പോകും, നിത്യനരകത്തിലേക്ക് പോകും, നിത്യാഗ്നിയിലേക്ക് പോകും. ഇത് പലരും അറിയുന്നില്ല. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനേകം ആളുകൾ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. അനേകം ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിൽ നമസ്കാരം കാണും, പ്രാർത്ഥന കാണും, നിങ്ങൾ പാട്ട് പാടുന്നുണ്ടാവും, അല്ല നിങ്ങൾ ചിലർ സാക്ഷി പറയുന്നുണ്ടാകും, നിങ്ങൾ ചിലരെ പ്രസംഗിക്കുന്നുണ്ടാകും, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടാകും, എല്ലാം ഉണ്ട്. പക്ഷേ ആത്മാവ് മരിച്ചിരിക്കുകയായിരിക്കും. എന്തുകൊണ്ട്? പാവം ഉള്ളിലുണ്ട്. അതുകൊണ്ട് നാം നോക്കേണ്ടത് എന്നിൽ പാവമുണ്ടോ എന്നാണ്. എന്തെങ്കിലും നീരസമോ, മുഷിച്ചിലോ, ആരോടെങ്കിലും കയ്പോ, ആരോടെങ്കിലും ഒരു അകൽച്ചയോ, വിരുദ്ധതയോ, ഏതെങ്കിലും കാര്യത്തിലുള്ളതായ ദുശാഠ്യമോ, എന്തെങ്കിലും അശുദ്ധമായ വിചാരങ്ങളോ, അശുദ്ധമായ വികാരങ്ങളോ, മ്ലേച്ഛമായ മോഹങ്ങളോ, അഴുക്കായ ആഗ്രഹങ്ങളോ, ഇതെല്ലാം ഉണ്ടോ എന്ന് നാം നോക്കണം. നമ്മുടെ ജീവിതത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇതെല്ലാം ഉണ്ടോ എന്ന് നോക്കി നമ്മെ തന്നെ നാം പരിശോധിക്കണം, നമ്മെ തന്നെ പരിശോധിക്കണം. സങ്കീർത്തനക്കാരനായ ദാവീദ് 19-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിന് ആര് എന്ന്. 19-ാം സങ്കീർത്തന അവസാന ഭാഗം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നതിനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പൊക്കി എന്നെ മോചിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, പുറമേ കാണില്ല. പുറമേ മദ്യപാനമില്ല, പുറമേ വൃത്തികെട്ട ജീവിതമില്ല, അഴുക്കായ ജീവിതമില്ല, അഴുക്കായ ബന്ധങ്ങളില്ല, അശുദ്ധമായ കാര്യങ്ങളില്ല, ദ്രവ്യാഗ്രഹമില്ല, ആരുടെയും തട്ടിപ്പറിക്കുന്നില്ല, ആരെയും വഞ്ചിച്ചെടുക്കുന്നില്ല, മോഷണമില്ല, ഒന്നുമില്ല. പക്ഷേ അകത്ത് എന്താണ് വായിച്ച്?
തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. സ്വമേധാപാവങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഹൃദയത്തിലെ ചിന്തകൾ പ്രസാദമായിരിക്കണം, വായിലെ വാക്കുകൾ പ്രസാദമായിരിക്കണം. ദൈവത്തിന് നമ്മുടെ വാക്കുകൾ പ്രസാദകരമാണോ? ശാപവാക്കുകൾ പറയാറില്ലേ? ഒന്നും കരുതിക്കൊട്ടിയൊന്നുമല്ല, ശാപവാക്കുകൾ പറയും. മക്കളെ ശപിക്കും, ഭർത്താവിനെ ശപിക്കും, ചില ഭാര്യയെ ശപിക്കും, പുറമേ ശപിച്ചില്ലെങ്കിലും ഉള്ളിൽ ശപിക്കും ഇല്ലേ? ഇതെല്ലാം നമ്മുടെ പലരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. പുരാകുന്ന വാക്കുകൾ, ശപിക്കുന്ന വാക്കുകൾ, ചീത്ത സംഭാഷണങ്ങൾ, അശ്ലീല സംഭാഷണങ്ങൾ, അസഭ്യമായ സംഭാഷണങ്ങൾ, പുറത്ത് കേൾക്കാൻ പാടില്ലാത്തതായ രീതിയിലുള്ളതായ സംഭാഷണങ്ങൾ, അതിന് ലജ്ജയില്ല താനും. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നതാണ് വേദപുസ്തകം പറയുന്നത്. ലജ്ജയായതിൽ മാനം. ലജ്ജയായ കാര്യങ്ങളൊക്കെ ചെയ്യും, അതിലൊരു അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെയുള്ള സമൂഹം പാപത്തിൽ മരിച്ചു കിടക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുമ്പോഴും ശരീരം ജീവനോടുകൂടി ഇരിക്കുകയാണ്, ശരീരത്തിന് ജീവനുണ്ട്. അതാണ് ആ വാക്യത്തിൽ കാണാം. അപ്പോൾ നിങ്ങൾ നടന്നെന്നാണ് പറയുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളിൽ മരിച്ചതായി നിങ്ങൾ നടന്നു എന്ന് വായിക്കുമ്പോൾ കാണാം. വായിക്കൂ. അവയിൽ നിങ്ങൾ മുമ്പേ മരിച്ചു കിടന്നപ്പോൾ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിച്ച് നടന്നു. ആകാശത്തിന്റെ അധികാരത്തിന് അധിപതിയായി പിശാചിനെ അനുസരിച്ച് നടന്നു. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾക്ക് വിധേയപ്പെട്ട് നിങ്ങൾ നടന്നു. അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അങ്ങനെ ദുരാത്മാക്കളുടെ അധിപതിയായ പിശാചിനെ അനുസരിച്ച് നിങ്ങൾ നടന്നു. മരിച്ചു കിടക്കുകയാണ്, ആത്മാവിൽ മരിച്ചു കിടക്കുന്നു. ആത്മാവിൽ മരിക്കും. ഇത് പലർക്കും മനസ്സിലാകില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഈ മനുഷ്യൻ, ആത്മാവിൽ മരിച്ച മനുഷ്യന് ജീവൻ വേണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ലളിതമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, ഗൗരവമായിട്ടാണ് പറയുന്നത്. നമുക്ക് ജീവൻ വേണം. ഞാൻ ഇനി ആത്മാവിൽ മരിച്ചു കിടക്കാൻ പാടില്ല, ഒരു സെക്കൻഡ് പോലും ആത്മാവിൽ മരിച്ചു കിടക്കാൻ പാടില്ല. എനിക്ക് ആത്മാവിൽ ജീവൻ വേണം. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് ജീവൻ തരാനാണ് കർത്താവ് വന്നത്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. സമൃദ്ധിയായ ജീവൻ തരും. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിലേക്ക് പകരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലിയാലും നമസ്കാരങ്ങൾ ചൊല്ലിയാലും എത്ര കുമ്പിട്ടാലും ക്രിസ്തുവിൻ്റെ ജീവൻ കിട്ടണമെന്നില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ കിട്ടുമെന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞാൻ ആത്മാവിൽ മരിച്ചിരിക്കുന്നു, എന്നിൽ പാപമുണ്ട്, പുറമേ പാപമില്ലാത്തപ്പോഴും അകത്ത് പാപമുണ്ട്, സിൻഫുൾ നേച്ചറുണ്ട്, പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്, പാപത്തിൻ്റെ സ്വഭാവമുണ്ട്. കർത്താവേ, ഞാൻ പാവിയായ ഒരു മനുഷ്യൻ. കർത്താവേ, നീ മനസ്സലിഞ്ഞ് നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എൻ്റെ പാവക്കറകളെല്ലാം കഴുകണമേ. ഇങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപ ലഭിക്കുന്നത്, അനുഗ്രഹം ലഭിക്കുന്നത്, ജീവൻ ലഭിക്കുന്നത്. വാസ്തവമായി ഞാനൊരു പാവിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവെ, പാവിയായതിനോട് കരുണ തോന്നണമേ നാം യാചിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കൃപ നമ്മിലേക്ക് വരും. നാം നമ്മുടെ പാപങ്ങളെല്ലാം തുറന്ന് ഏറ്റുപറഞ്ഞ് കളയണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വേറെ നിങ്ങൾ ഭാര്യ അറിയണ്ട, ഭർത്താവ് അറിയണ്ട, മക്കളറിയണ്ട, മാതാപിതാക്കൾ അറിയണ്ട. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയണം. പറഞ്ഞേ പറ്റൂ. ഓരോന്നോരോ എണ്ണി പറഞ്ഞ് ഏറ്റുപറഞ്ഞെല്ലാം കളയണം. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും നോക്കി ശുദ്ധീകരിപ്പെന്നൊക്കെ വിശ്വസ്തനും നീതിമാനുമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇന്ന് പാപത്തിൽ മരിച്ചു കിടക്കുന്നുള്ളതായ കാര്യം മനസ്സിലാകുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ജീവൻ തരണമേ. കർത്താവേ, ഈ പാമ്പിൻ്റെ വായിൽ നിന്നെ രക്ഷിക്കണമേ. കർത്താവേ, എൻ്റെ വീട്ടിലെ മുറികളിൽ കൂടി അഴിഞ്ഞു കിടക്കുന്ന ഈ ദുഷ്ടപ്പാമ്പുകളിൽ നിന്നെ രക്ഷിക്കണമേ. എൻ്റെ യേശുവേ,
എൻ്റെ വീടിൻ്റെ പരിസരത്തെപ്പോഴും എപ്പോഴും വന്ന് എന്നെ കൊത്താൻ, എന്നെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന പാമ്പുകളുടെ വായിൽ നിന്ന് രക്ഷിക്കണമേ. ദുരാത്മാക്കൾ എന്നെ വലയം ചെയ്യുന്ന കർത്താവേ രക്ഷിക്കണമേ. ദുഷ്ടപിശാചുക്കൾ എന്നെ വലയം ചെയ്യുന്ന കർത്താവേ രക്ഷിക്കണമേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ മേൽ വരും. ആ തിരക്തം നമ്മുടെ നെറ്റിയിലൊന്ന് വീഴും. ആ തിരക്തം മുദ്ര നമുക്ക് ലഭിക്കും. ആ തിരക്തം തൊട്ടാൽ എല്ലാ പാവവും മാറും. നിങ്ങൾ വിശ്വസിക്കൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി നിങ്ങൾ പറയുമ്പോൾ യേശുവിൻ്റെ തർക്കം നിങ്ങളുടെ തലമേൽ വയ്ക്കും. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ ആനന്ദിപ്പിക്കും, നിങ്ങൾക്ക് ആനന്ദം തരും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റും, ഭാരങ്ങൾ മാറ്റും, ആകുലങ്ങൾ മാറ്റും. നിങ്ങളുടെ തോളിൽ നിന്ന് ചുമട് മാറ്റിത്തരും. നിങ്ങൾക്ക് ആനന്ദകരമായ അനുഭവങ്ങൾ തരും, സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങൾക്ക് യേശുവിനെ കൈക്കൊള്ളാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പറയാം. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സറിയണമേ. എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. എൻ്റെ കർത്താവേ, പാപത്തിൽ മരിച്ച എനിക്ക് ജീവൻ തരണമേ. എൻ്റെ കർത്താവേ, എന്നെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കണമേ. യേശുവേ, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വിശുദ്ധനെ ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. വാസ്തവമായി തീരുന്നുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാം ഒട്ടഹസിച്ച് പറയണം, പിതാവും പുത്രനും പരിശുദ്ധരുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു, ആദി മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളോട് തൊട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മാലാഖമാർ ഞങ്ങൾക്ക് ചുറ്റും നിന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, പുതിയ ജീവിതം നയിക്കാനുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എൻ്റെ പ്രിയ മക്കൾക്ക് നൽകണമേ കർത്താവേ. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ ഇവരെ പിന്തുടരണമേ. എല്ലാ കൃപകളിലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.